നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ 2025 വർഷഫലത്തെക്കുറിച്ചാണ്. അതായത് 2025 ജനുവരി മാസം 1 തീയതി മുതൽ 2025 ഡിസംബർ മാസം 31 വരെയുള്ള വർഷഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ മാസങ്ങളിൽ വിദേശത്ത് ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുകയും ജോലിയിൽ കിട്ടേണ്ടതായ അംഗീകാരങ്ങൾ വൈകുകയും വാഹനാപകടത്തിന് സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ട കാലഘട്ടവുമാകുന്നു. ഗൃഹനിർമ്മാണത്തിന് അനുകൂല കാലഘട്ടവുമാകുന്നു. സന്താനങ്ങളുടെ തിരിച്ചറിവോടുകൂടിയുള്ള പെരുമാറ്റം ഏറെ സന്തോഷിപ്പിക്കും. സാഹിത്യം, കല എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറെ സന്തോഷകരമായ കാലമാണ്. ഉന്നത ബന്ധങ്ങൾ ജീവിതത്തിൽ ഏറെ പ്രയോജനകരമാകുന്ന കാലഘട്ടമാണ്. വിദേശത്ത് ഉപരിപഠനത്തിനായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുകയും ഫലമാകുന്നു. പരിഹാരമായി ഗണപതി ഹോമം നടത്തുന്നത് ഉത്തമമാകുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിൽ ദീർഘനാളായി തുടർന്നു വന്ന പ്രാർത്ഥനയുടെയും ചികിത്സയുടെയും ഫലമായി സന്താനഭാഗ്യം സിദ്ധിക്കും. ജോലിസ്ഥലത്ത് വന്നുചേരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുകയും സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുകയും ഇൻ്റർവ്യൂകളിൽ വിജയം കൈവരിക്കുകയും വിദ്യാർത്ഥികൾക്ക് വേണ്ട രീതിയിൽ സ്വന്തം കഴിവ് പ്രകടമാക്കുവാൻ സാധിക്കുകയില്ല. വിദേശത്ത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുകയും സാമ്പത്തികമായി അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന കാലഘട്ടവുമാകുന്നു. വീട് മാറി താമസിക്കേണ്ടതായി വരും. ആരോഗ്യകാര്യം തൃപ്തികരമായിരിക്കുകയും ഫലമാകുന്നു. പരിഹാരമായി ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാകുന്നു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ജോലിസ്ഥലത്ത് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. പാപങ്ങൾക്ക് തന്നാലാകുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ ശ്രമിക്കും. ഗർഭിണികൾക്ക് നല്ല ശ്രദ്ധ പുലർത്തേണ്ട കാലഘട്ടമാണ്. ഗൃഹം മോടി പിടിപ്പിക്കൽ, പുതിയ ഗൃഹത്തിൻ്റെ നിർമ്മാണം എന്നിവ തുടങ്ങിവെക്കും. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച സമയമല്ല. മാതാവിൻ്റെ ആരോഗ്യനില വഷളാകുകയും ഭൂമി വാങ്ങുവാനോ വിൽക്കുവാനോ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുകയും കഠിന പ്രയത്നങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങുകയും വിദ്യാർത്ഥികൾക്ക് അത്ര നല്ല സമയവുമല്ല. പരിഹാരമായി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുക. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് യോജിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കുകയും സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും ജോലിസ്ഥലത്ത് പുതിയ ചുമതലകൾ ഏറ്റെടുക്കുകയും വിട്ടുവീഴ്ച മനോഭാവം എല്ലാ കാര്യത്തിലും ഉടലെടുക്കുകയും കുടുംബത്തിൽ ചില അസ്വാരഹസ്യങ്ങൾ ഉടലെടുക്കും. സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ കരുതൽ വേണം. കള്ളന്മാരുടെ ശല്യം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടാകുന്നു. കേസുകളിൽ ചെന്ന് പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. പരിഹാരമായി കൃഷ്ണക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന നടത്തുക.